ലോകത്ത് സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് മുതൽ തന്നെ അറേബ്യൻ മരുഭൂമിയിൽ സ്വർണത്തിന്റെ കലവറയുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ മരുഭൂമിയിൽ എവിടെയോ വലിയൊരു സ്വർണ്ണ നിധിയുണ്ടെന്നും ആ നിധി കാക്കാൻ ഒരു മണൽ രാക്ഷസനുണ്ടെന്നും അതിനെ കീഴ്പ്പെടുത്തിയാൽ ആ സ്വർണ്ണനിധി കണ്ടെത്താമെന്നും ചിലർ കെട്ടുകഥകളായി പറഞ്ഞിരുന്നു. പക്ഷേ അത് വെറും കെട്ടുകഥകളായി മാത്രം വിശ്വസിക്കാൻ പല ആൾക്കാരും തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് ആൾക്കാർ ആ നിധി തേടി അറേബ്യൻ മരുഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. പക്ഷേ ആർക്കും ആ മണൽ രാക്ഷസനെ മറികടന്നുകൊണ്ട് സ്വർണ്ണഖനി കണ്ടെത്താനായില്ല. പലരും പല വഴികളും തേടി അതേ മരുഭൂമിയിലാണ്. ഒടുവിൽ അവർ ആ സത്യം കണ്ടെത്തി. നിങ്ങളുടെ മുന്നിൽ എന്ന് സ്വർണ്ണ നിറത്തിലുള്ള ഒരൊട്ടകം പ്രത്യക്ഷപ്പെടുന്നു, ആ സമയം നിങ്ങൾക്ക് ആ നിധിയിലേക്ക് എത്താനുള്ള വഴി തുറക്കും എന്ന് മരുഭൂമിയിലെ മണലിൽ കിടന്ന ഒരു ഗ്രന്ഥത്തിൽ നിന്നും അവർക്ക് മനസ്സിലായി. വഹാബിനും സഹോദരങ്ങൾക്കും അവരുടെ മുത്തശ്ശി പറഞ്ഞു തന്ന കഥ അവരെ വളരെയധികം ചിന്താലുവാക്കി. ഒടുവിൽ കേരളത്തിൽ നിന്നുള്ള വഹാബും സഹോദരങ്ങളും ആ നിധി തേടി അറേബ്യൻ മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. നിധി തേടി തളർന്ന് മരുഭൂമിയിലെത്തിയ വഹാബ് അയാൾ ദൈവത്തെ വിളിച്ച് തനിക്ക് വഴി കാണിച്ചു തരാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അയാളുടെ മുന്നിലേക്ക് ഒരു ഒട്ടകം നടന്നു വരുന്നതായി അയാൾ ശ്രദ്ധിച്ചു. പക്ഷെ ആ ഒട്ടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർണ്ണ നിറമായി മാറുന്നത് വഹാബ് കണ്ടു. വഹാബിന്റെ കണ്ണുകൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ മുത്തശ്ശി കഥകളിൽ പറഞ്ഞതുപോലെ സ്വർണ്ണ നിറത്തിലുള്ള ഒട്ടകത്തെ കണ്ടെത്തിയിട്ടും അയാൾക്ക് നിധിയിലേക്ക് അടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. തന്റെ പരിശ്രമമാണ് ഏറ്റവും വലിയ നിധി എന്ന് തിരിച്ചറിഞ്ഞ അയാൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു. വർഷങ്ങൾ കഴിഞ്ഞുപോയി. അയാളുടെ എല്ലാ സമ്പാദ്യങ്ങളും സ്വരുക്കൂട്ടി അയാൾ നാട്ടിലൊരു ചെറിയ സ്വർണ്ണക്കട തുടങ്ങാൻ തീരുമാനിച്ചു. താൻ ആദ്യം തുടങ്ങിയ സ്വർണ്ണക്കടയ്ക്ക് എന്ത് പേരിടണമെന്ന് അയാളുടെ ചിന്തയെ അലട്ടിക്കൊണ്ടേയിരുന്നു. ഉറങ്ങാൻ കിടന്നിരുന്ന വഹാബിന് പണ്ട് മുത്തശ്ശി പറഞ്ഞ കഥയും തന്റെ അനുഭവങ്ങളും പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നു. അങ്ങനെ തന്റെ ആദ്യ സ്വർണ്ണക്കടയുടെ പേര് അയാൾ മനസ്സിൽ കുറിച്ചു. അറേബ്യൻ മണ്ണിൽ നിന്ന് വന്ന നിധിയായ അറേബ്യൻ ഗോൾഡ്. അവരന്ന് കണ്ട സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ അയാൾ അങ്ങനെ അത് ആരംഭിച്ചു. അറേബ്യൻ മരുഭൂമിയിൽ തനിക്ക് വഴി കാണിച്ചു തന്ന ആ ഒട്ടകത്തെ അയാൾ തന്റെ കടയുടെ ചിഹ്നമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ഒട്ടകത്തെ അയാൾ നാട്ടിലേക്ക് കൊണ്ടുവന്നു. കരഘോഷങ്ങളോടെയും പൂർണ്ണ മനസ്സോടെയും നാട്ടുകാരതിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അന്ന് ജനങ്ങളുടെ മനസ്സിൽ ഉറച്ച അറേബ്യൻ ഗോൾഡ് ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടിയെടുത്തു. വർഷങ്ങൾ കൊണ്ടുള്ള കഠിന പ്രയത്നവും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും കൊണ്ട് അറേബ്യൻ ഗോൾഡിന്റെ പ്രസക്തി വാനോളമെത്തി. ഇന്ന് കരുനാഗപ്പള്ളിയിലും കേരളത്തിന്റെ പല ഹൃദയഭാഗങ്ങളിലും തലയെടുപ്പോടെ അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുത്തോടെ നിലയുറപ്പിക്കുന്നു. വിശ്വാസമുള്ള വളർച്ചയ്ക്ക് അവസാനമില്ല. ആ വിശ്വാസം ഇനി ഊട്ടിയുറപ്പിക്കാൻ കൊട്ടിയത്ത് അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുതിയ ശാഖ കൂടി തുറക്കുന്നു. Own the moment, shine forever. Arabian Gold and Diamonds, Karunagapalli, Bharanikavu, Kottayam.